നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹാൻഡ് എംബ്രോയ്ഡറി ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ കൂടെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വീവ്, പിന്നെ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, അങ്ങനെ കുറച്ച് ഒരു 4-5 റണ്ണിങ് സ്റ്റിച്ചുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണും കേട്ടോ. എന്നിട്ട് നമുക്ക് ഒപ്പം തന്നെ പഠിക്കാൻ തുടങ്ങാം. ഒന്നും പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ചെയ്യാൻ നമ്മളങ്ങനെ വിചാരിച്ചാൽ ഒക്കെ സക്സസ് ആക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് സ്റ്റിച്ച് പഠിക്കാവട്ടെ, ഏത് സ്റ്റിച്ച് പഠിക്കുമ്പോഴും ഒപ്പം തന്നെ നമ്മൾ ഡിസൈനും പഠിക്കണം. ഞാൻ തരുന്ന എല്ലാ സ്റ്റിച്ചിൻ്റെയും അവസാനം ഒരു ഡിസൈൻ തന്നിരിക്കും. ഞാൻ ഒരെണ്ണമല്ലേ എനിക്കിടാൻ പറ്റുള്ളൂ. വല്ലാതെ വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരെണ്ണം തരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡിസൈനും പഠിക്കുക, ഒപ്പം തന്നെ നിങ്ങൾ തന്നെ കണ്ടെത്തുക, 2-3 ഡിസൈൻ കണ്ടെത്തുക. അതോട് കൂടിയിട്ട് അപ്പം നിങ്ങൾ 2-3 ഡിസൈൻ പഠിക്കുന്നതോട് കൂടിയിട്ടത് നന്നായി ബൈ ഹാർട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനേ വരുന്നില്ല. കാരണം നമ്മൾ ഇനിയും കൂടുതൽ ഡിസൈനുകൾ സ്റ്റിച്ചുകൾ പഠിക്കും തോറും ആദ്യം പഠിച്ചതൊക്കെ ഇടകലർത്തിയിട്ട് നമ്മൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് പിന്നെ ബാക്കിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക. നമ്മൾ കൊച്ചു കുട്ടികൾ എങ്ങനെ പഠിക്കുക, അവർ പഠിക്കട്ടെ അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് കേട്ടെടുത്ത് എഴുതിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. അതുപോലെ തന്നെ നമ്മളും അത് ചെയ്യുക, കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യുക കേട്ടോ. ചെയ്യുകയല്ലാതെ വേറൊരു സൂത്രപ്പണി അതിലില്ല. ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണേ. കുറച്ച് മടിയൊക്കെ തോന്നും, സ്വാഭാവികമല്ലേ, നമ്മൾ മനുഷ്യരല്ലേ. ആ മടിയൊക്കെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. കുട്ടികൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തണ്ട. നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ TV കാണുന്ന സമയത്തൊക്കെ നമ്മളിത് ചെയ്യുക. കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മൾ അടുത്തിരിക്കുമല്ലോ. അപ്പോൾ അവർ പഠിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവർ സ്വയം ഒരു ഡിസൈനർ ആവുകയാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം കേട്ടോ. അല്ലാതെ വേറെ സൂത്രപ്പണികളൊന്നും ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു പുതിയ സ്റ്റിച്ച് പരിചയപ്പെടാം. ലൂപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, അതിൻ്റെ ഡിസൈനാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ സ്കെച്ചാണിത്. ഞാനൊക്കെ റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം നമുക്ക്. ഇതിൽ തന്നെ നമുക്ക് ആദ്യം റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. റണ്ണിങ് സ്റ്റിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത, ഇത് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണ്. അപ്പോൾ ആദ്യം സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുക. വേണ്ടോ, ആ റണ്ണിങ്ങിൽ 2 റണ്ണിങ്ങും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ്. അതിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് ഉപരി 2 റണ്ണിങ് സ്റ്റിച്ച് കൂടിയിട്ട് ചെയ്യണ്ട. ആദ്യം മുകളിൽ നിന്ന് കുത്തിയെടുത്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കൊണ്ടുപോവുക. കണ്ടോ, എന്നിട്ട് ആദ്യത്തെ നൂലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക. അപ്പോൾ ഒരു റൗണ്ട് പോലെ. ഇനി രണ്ടാമത്തെ, അപ്പോൾ ആ 2 സ്റ്റിച്ചിന് ഇനി വിടാം. ഇനി 3ാമത്തെ സ്റ്റിച്ചിലേക്ക് വേണം നമ്മൾ കിടക്കാൻ. കണ്ടോ, ആ 2 വിട്ട് 3ാമത്തെ സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടെ എടുത്തു നൂല്. കണ്ടോ, അടിയിൽ കൂടെ എടുത്തു. എന്നിട്ട് 2ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. ഇതാ നോക്കിക്കോ. ഇപ്പോൾ 2 നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞു. 3ാമത്തെ സ്റ്റിച്ചിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2ാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലായത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതെല്ലാം ചെയ്തെടുക്കുക. തൊട്ട് മുമ്പിലത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുക്കും. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തിൻ്റെ ഉള്ളിൽ കൂടെ നൂല് പുറത്തേക്ക് എടുക്കും, സൂചി പുറത്തേക്ക് എടുക്കും. അങ്ങനെയാണ്. മനസ്സിലായല്ലോ? അതായത് കണ്ടോ, ഇപ്പോൾ എടുത്ത സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് തൊട്ട് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ സൂചി നൂലും പുറത്തേക്ക് എടുക്കുക, ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ സൂചി നൂലെടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. രണ്ടാമത് വീണ്ടും ഇതിലേക്ക് തന്നെ വരിക, ഒരു റൗണ്ട് ഷേപ്പിലാക്കുക ഏകദേശം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് ലോക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ലൂസാവുമെന്ന്. അല്ല, ഇത് ലോക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ടേ ഊരാൻ പറ്റുള്ളൂ, മൊത്തം ലോക്കായി പോവും. അതാണ് ഈ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം അധികം എടുക്കും. കാരണം അതിന് സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കുറച്ച് സമയം അധികം എടുക്കും. കാരണം ഇത് C ഷേപ്പിൽ ആദ്യം ചെയ്യുകയാണ് നമ്മൾ. C ഷേപ്പിൽ, കണ്ടോ, C ഷേപ്പിലെടുത്തു. എന്നിട്ട് നമ്മളിതിന് റൗണ്ട് ആക്കണത്. അപ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ട് സൂചി നമ്മൾ ആ അപ്പുറത്തെ നൂലിൻ്റെ പുറത്തു കൂടെയാണ് ഈ സൂചി എടുക്കുക കേട്ടോ. കൺഫ്യൂഷൻ മാറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ
ഒരു 5-6 സ്റ്റിച്ച് നമ്മൾ ചെയ്ത് നോക്കുക. ഇതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഒന്നും കൂടി ആദ്യം മുതൽക്ക് ഒന്നും കൂടി കണ്ടാൽ മതി കേട്ടോ. വളരെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1-2 വട്ടം കാണേണ്ടി വരും, ചെയ്യേണ്ടിയും വരും. ചെറിയൊരു പ്രയാസമുണ്ട്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാലും വളരെ മനോഹരമാണ്. ഈ സ്റ്റിച്ച് വളരെ ലോക്കഡാണ്. പിന്നെ ഇതിൽ ഓരോന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്ത് നോക്കും. ഇനി ഇതിൽ കൂടുതൽ ഇത് അനക്കാൻ പറ്റില്ല. ചെറിയൊരു ഒന്നും ഇങ്ങോട്ട് തള്ളി വയ്ക്കാനേ പറ്റുള്ളൂ. ഇതിൽ കൂടുതലും തള്ളി വയ്ക്കാൻ പറ്റില്ല, കാരണം ഇത് അനങ്ങില്ല. അതാണ് ഈ സ്റ്റിച്ചിൻ്റെ ഒരു ഭംഗിയും പ്രത്യേകതയും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഞാനിത് എന്നും പറയുന്ന പോലെ 6-7 നൂലിലാണ് ചെയ്തിരിക്കുന്നത്. 6-7 നൂലിലാണെങ്കിലാണ് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 6-7 എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴെപ്പോഴും ഫ്രെയിമും നല്ല മുറുക്കിയിരിക്കണം, എന്നാൽ മാത്രമേ സ്റ്റിച്ച് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ലൂസാക്കരുത് ഒരിക്കലും. നല്ല ഉറപ്പില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ടൈറ്റ് ആക്കിയിട്ട് വേണം തുന്നാൻ. അപ്പോഴാണ് സ്റ്റിച്ചിനും ഭംഗി ഉണ്ടാവുള്ളൂ. തുണി വലിച്ചു പിടിക്കണം, അപ്പോഴാണ് നന്നായിട്ട് സ്റ്റിച്ച് വീഴുകയും ചെയ്യുള്ളൂ. ഇതെല്ലാവരും ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വേണം. ഇത് നല്ലോണം ഒരു 2-3 അതുപോലെ ലൈൻ വരച്ചിട്ട് ചെയ്ത് പഠിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ കേട്ടോ. ഇതിലെന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അപ്പം നിങ്ങൾ പറയൂ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നമ്മുടെ വീഡിയോ ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇങ്ങേ അറ്റത്ത് ചെറിയൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും, അപ്പുറത്ത് അതിങ്ങനെ നീണ്ട് പരന്നിട്ടായിരിക്കും. പൊതുവേ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ധാരാളം പൂക്കൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ബോർഡർ സ്റ്റിച്ചിന് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ യോക്ക് ഉണ്ടല്ലോ, ചുരിദാറിൻ്റെ ഒക്കെ യോക്കിൽ ഒരു 5-6 ലൈൻ വരയ്ക്കുക. ആ ലൈൻ ഫില്ല് ചെയ്യാൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിക്കാം, ലൂപ്പ്ഡ് സ്റ്റിച്ച്. അത് പിന്നെ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവോ വിപ്പ്ഡ് റണ്ണിങ് സ്റ്റിച്ചോ അതെല്ലാം ഉപയോഗിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ സ്റ്റിച്ചും ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ സ്റ്റിച്ച് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി അടിയിലേക്ക് കെട്ടിട്ടാൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ഡിസൈൻ ചെയ്യാം. നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യാൻ പോവുകയാണേ. ഡിസൈൻ ഞാൻ ഓൾറെഡി 2-3 ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയേ ചെയ്യാറുള്ളൂ. ഒരു പൊടിക്ക് സ്പീഡിലാക്കട്ടെ, എന്നാലേ ഇത് മുഴുവൻ ചെയ്ത് തീരുള്ളൂ. ഒരു പൊടിക്ക് സ്പീഡിലാക്കണം. കണ്ടോ, വീഡിയോ വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഓരോ സ്റ്റിച്ചും കഴിഞ്ഞ് ഓരോ ഞാനിവിടെ ഒരു തെങ്ങിനെ വരച്ചു, അതിൻ്റെ അടിയിലൊരു പുല്ല് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് അപ്പോൾ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഏത് പടം ട്രേസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ട്രേസ് എടുക്കുന്നത് എങ്ങനെയെന്ന് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ട്രേസ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ തുന്നാം, അത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ വിഷമമുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. വളരെ വളരെ സിമ്പിളായ സ്റ്റിച്ചുകളാണ് കേട്ടോ. എന്നും പറയണ പോലെ ഞാൻ ഇത് വൈറ്റും റെഡും നൂലെടുത്തിരിക്കുന്നത് ഇതൊന്നും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും പച്ച നൂലിൽ ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയൊക്കെ നൂലിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടായിരിക്കും. പക്ഷേ ആ കളർ ഇതിൽ അത്ര ഇങ്ങോട്ട് സ്യൂട്ടാവില്ല. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് കേട്ടോ. ഇപ്പോൾ പഠിക്കല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ പറയണത് പോലെ തന്നെ എല്ലാവരും സ്റ്റിച്ച് പഠിക്കുക ആദ്യം, പിന്നെ ഡിസൈൻ നന്നായി പഠിക്കുക. 2-3 പ്രാവശ്യം ചെയ്ത് നോക്കണേ. വേറെ ഡിസൈനുകൾ പഠിച്ച് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും കമൻറ്റൊക്കെ ഇട്ടിട്ട് പോകണം കേട്ടോ. എന്താണ് ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ഇടണേ. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയാം, മനസ്സിലായാൽ അത് പറയാം. പല ആൾക്കാരും പറഞ്ഞിരുന്നു ഇതൊക്കെ കാണുമ്പോൾ പഴയ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരികയാണെന്ന്. ശരിയാ, നമ്മുടെ സ്കൂളിലൊക്കെ അങ്ങനെ ഇതൊക്കെ ഒരുപാട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഓർമ്മയിൽ. അതിനുശേഷം നമ്മൾ പിന്നെ തുന്നൽ പഠിക്കുന്നവരൊക്കെ ഇത് പിന്നെയും പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവരും പിന്നെ ആരെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഡിസൈനർമാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഒരു സന്തോഷം കേൾക്കുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ 5ാമത്തെ റണ്ണിങ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ്, വിപ്പഡ്, പിന്നെ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച്, പിന്നെ ഇത് ലൂപ്പ്, അങ്ങനെ ഒക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു കോറൽ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞ ഒരെണ്ണം കൂടി പഠിക്കാണ്ട്. ഏകദേശം റണ്ണിങ് സ്റ്റിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി ഡിസൈനുകൾ ചെയ്യാൻ പറ്റും, നല്ല മനോഹരമായിട്ട് തന്നെ. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചൊക്കെ നന്നായി പഠിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനിനി ഈ ഒരു
ഒരൊറ്റ ലീഫ് കഴിഞ്ഞപ്പോൾ അതിവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ ചെയ്തതായിട്ട്. ഇപ്പോൾ അത് ഏകദേശം കഴിയാറായിട്ട് ഒരു 4-5 റണ്ണിങ് സ്റ്റിച്ചും കൂടെ കഴിഞ്ഞാൽ ഇത് പതുക്കെയാണ് ഇത്തിരി ചെയ്യാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് സ്പീഡായി കഴിഞ്ഞാൽ നമുക്ക് 2 കൈ കൊണ്ടും ഉപയോഗിച്ചിട്ടും ഇതാ ചിത്രത്തിൽ കാണും പോലെ ഒന്ന് മുകളിലേക്ക് വലിക്കുക, ഒന്ന് കീഴ്പ്പട്ടയ്ക്ക് വലിക്കുക, ഒന്ന് മുകളിലേക്ക് വലിക്കുക, ഒന്ന് കീഴ്പ്പട്ടയ്ക്ക് വയ്ക്കുക. അങ്ങനെ പ്രാക്ടീസ് ആവണം. അങ്ങനെ പ്രാക്ടീസായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ് കേട്ടോ. മുകളിലേക്ക് വലിക്കുക, ഒരു കൈ കൊണ്ട് ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വലിക്കുക, പിന്നെ അപ്പുറത്തെ കൈ കൊണ്ട് ഇത് നൂല് സൂചിയും കൂടിയിട്ട് കയറ്റുക, എന്നിട്ട് ഇത് അടിയിലേക്ക് പെട്ടെന്ന് വലിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഒരു ഡിസൈൻ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതിപ്പോൾ അധികം നേരമൊന്നും ആയിട്ടുമില്ല കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഹാൻഡ് എംബ്രോയ്ഡറി ഭംഗി എന്ന് പറയണത് എത്ര നമ്മൾ ചെയ്യണോ അത്രയും സ്റ്റിച്ച് ഭംഗിയായിട്ട് വരും. കൈ കൊണ്ടല്ലേ ചെയ്യുന്നത്. ആ കയ്യിനൊരു തഴക്കം വരാണ്ട്, ആ തഴക്കം വരുമ്പോഴാണ് ആ സ്റ്റിച്ചുകൾക്കും അത് പൂക്കളായിട്ട് എന്ത് വരയ്ക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ആ കയ്യിൻ്റെ തഴപ്പാണ്, കയ്യിൻ്റെ ഒരു തഴക്കം, അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയണത്. എത്ര കണ്ട് ചെയ്യണോ അത്ര കണ്ട് സൗന്ദര്യം കൂടും. മനസ്സിലാവണുണ്ടോ? അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞൊരു 3 ലീഫാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തത്. ബാക്കിയും കൂടിയും ചെയ്തപ്പോൾ ഇനി കാണിക്കണില്ല മുഴുവൻ. ഇപ്പം കണ്ടുവല്ലോ ഓരോ സ്റ്റിച്ചും ചെയ്യുന്നത്, ഇതിലും കൂടെ വ്യക്തമായിട്ട് കാണിക്കും. ഞാൻ ഒരുപാട് സ്പീഡിലൊന്നും ചെയ്യണില്ല, പതുക്കെയാണ് ചെയ്യണം. അപ്പോൾ അത് ഓരോന്നും ചെയ്തിട്ട് പഠിക്കും കേട്ടോ. ഇനി അടുത്ത അവസാനം അതിൻ്റെ ഒരു ബോഡിയാണ് കുറച്ച് ചെയ്യാനുള്ളൂ. ബോഡിക്ക് ഞാൻ ഇതേ നൂല് തന്നെ ചെയ്യണത്, അത് വീഡിയോൻ്റെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലാതൊന്നും അല്ല. ബോഡിക്ക് ഞാൻ ഇത് തന്നെ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമാരോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ആർക്കെങ്കിലും ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ, തുന്നലൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയണേ, ഇങ്ങനെ വീഡിയോ ഉണ്ടെന്ന് പറയണം. പിന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എന്നും പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു ആൽബമൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. പിന്നീട് ഇത് നിങ്ങളുടെ കുട്ടികൾക്കോ മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മൾ എത്ര കണ്ട് സ്റ്റിച്ചുകൾ പഠിക്കുന്നോ, എത്ര പഠിക്കുന്നോ അത്രയും നല്ലതാണ്. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചുകൾക്കൊക്കെ നല്ല ഭംഗി വരുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതാണ്, പുതിയൊരു സ്റ്റിച്ചുമായിട്ട്. ഓക്കെ, താങ്ക്